വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ക്ലാസ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതെല്ലാം നിങ്ങൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. സോ വി ഡിസ്കസ് ദ തിങ് ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വാട്ട് LCM അല്ലേ? വി ഡിസ്കസ് അബൌട്ട് LCM. വാട്ട് ഇപ്പോൾ LCM ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, നമ്മൾ ആദ്യം പഠിച്ചു മൾട്ടിപ്പിൾ എന്താണെന്നും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിച്ചു, എങ്ങനെ മൾട്ടിപ്പിൾസ് എഴുതാമെന്നും പഠിച്ചു. നെക്സ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ്. ദാറ്റ് മീൻസ് രണ്ട് നമ്പർ തരികയാണെങ്കിൽ 3ഉം 4ഉം തരികയാണെങ്കിൽ ആദ്യം 3യുടെ മൾട്ടിപ്പിൾസ് എല്ലാം എഴുതും, നെക്സ്റ്റ് 4ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതും. പിന്നെ നമ്മൾ ചെയ്യും കോമൺ മൾട്ടിപ്പിൾസ് ഓഫ് 3 and 4. രണ്ടിലും കോമൺ ആയിട്ടുള്ളവരെ റൗണ്ട് ചെയ്തിട്ട് കോമൺ മൾട്ടിപ്പിൾസ് നമ്മൾ എഴുതും അല്ലേ? പിന്നെയാണ് നമ്മൾ LCM എഴുതാൻ പഠിച്ചത്. ഒന്നുമില്ല, വളരെ സിമ്പിളായിരുന്നു. എന്താണ്? സോ വെൻ വി റൈറ്റ് ഇൻ കോമൺ മൾട്ടിപ്പിൾസ് ദ ലീസ്റ്റ് നമ്പർ ഈസ് കാൾഡ് LCM. കോമൺ മൾട്ടിപ്പിളുകളിൽ ഏറ്റവും ചെറുതാരാണോ അതാണ് LCM. ആ പേര് തന്നെയാണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, ഏറ്റവും ചെറിയ കോമൺ മൾട്ടിപ്പിൾ. ഓക്കെ, സോ നമ്മൾ മൾട്ടിപ്പിളിൻ്റെ സെക്ഷനിൽ കഴിഞ്ഞു. ഇനി അടുത്തത് ഫാക്ടേഴ്സ് ആണ്. നമ്മുടെ ചാപ്റ്റർ അങ്ങനെയാണ്. ബി മൈ മൾട്ടിപ്പിൾ, ഐ വിൽ ബി യുവർ ഫാക്ടർ. രണ്ട് ഇമ്പോർട്ടൻറ്റ് വേർഡ് മൾട്ടിപ്പിൾ ആൻഡ് ഫാക്ടർ. സോ മൾട്ടിപ്പിളിൻ്റെ സെക്ഷനിൽ LCM വരെയുള്ളൂ കഴിഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ക്ലാസ് തീരുമ്പോൾ നമുക്കെല്ലാം ഒന്ന് റിവൈസ് ചെയ്യാം. അപ്പം നമുക്ക് പറയാം. നമുക്ക് ഇനി പഠിക്കാൻ പോകുന്നത് ഫാക്ടേഴ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചത് ജസ്റ്റ് ഓപ്പോസിറ്റാണ് പഠിക്കാൻ പോകുന്നത്, ഫാക്ടേഴ്സ്. സോ നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് ഇറക്കാം. സോ നെക്സ്റ്റ് ഫാക്ടേഴ്സ്. നമ്മൾ മൾട്ടിപ്പിൾ എന്താണ് പഠിച്ചത്? രണ്ട് നമ്പർ ആകുമ്പോൾ മൾട്ടിപ്പിൾ. ഇപ്പം 2 into 3 equal to 6. Then 6 is a multiple of 2 and also 6 is a multiple of 3. അല്ലേ? അത് തിരിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫാക്ടറിൻ്റെ ഡെഫിനേഷൻ ആവും. ഹിയർ നമ്മളവിടെ പ്രോഡക്റ്റ് ആണ്, ഒരു ഡിവിഷൻ ആണ് നോക്കുന്നത്. When a number can be divided by another number exactly, this is an important word, exactly. When a number can be divided by another number exactly, the second number is a factor of the given number. ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ, പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ എക്സാക്ട് ഡിവിഷൻ മീൻസ് ഫാക്ടർ മീൻസ് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഫാക്ടർ ഈസ് ആൻ എക്സാക്ട് ഡിവൈസർ മീൻസ് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരുന്നതിനാണ് പറയുന്നത് എക്സാക്ട് ഡിവൈസർ. നമുക്ക് കാണാം, എക്സാമ്പിൾസ് കാണാം. അപ്പോൾ ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ കൊണ്ട് പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ആ രണ്ടാമതുള്ള നമ്പറിനെ നമുക്ക് എന്തെന്ന് പറയാം? ആദ്യത്തെ നമ്പറിന്റെ ഫാക്ടർ ആണെന്ന് പറയാം. നമുക്ക് ഒരു എക്സാമ്പിൾ ഒക്കെ ചെയ്ത് നോക്കാം, അല്ല പെട്ടെന്നൊന്നും ക്ലിയർ ആകത്തില്ല. എക്സാമ്പിൾ 16 divided by 2 നോക്കാം. നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യമില്ലേ? 8 2s are 16. റിമൈൻഡർ 0 കിട്ടിയല്ലോ. പെർഫെക്റ്റ് നമ്പർ ആയിട്ടാണ് ആൻസർ കിട്ടിയില്ലേ? നമുക്ക് റിമൈൻഡർ 0 കിട്ടും. നമുക്ക് ഈ ആൻസർ ഒന്നും ഒരു കാര്യമില്ല. റിമൈൻഡർ എന്ത് കിട്ടും നോക്കി? റിമൈൻഡർ 0 കിട്ടിയല്ലോ. അതുകൊണ്ട് നമുക്ക് പറയാം നോക്കി, ഒരു നമ്പർ 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ എക്സാക്ട്ലി 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 വന്നാൽ 2 ഈസ് എ ഫാക്ടർ ഓഫ് 60. ഒരു നമ്പറിനെ മറ്റൊരു നമ്പറോട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പൊ 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 അല്ലേ വന്നേ. നമുക്ക് വേറെ രീതി നോക്കാം, തിരിച്ചു നോക്കാൻ പറ്റും. ആദ്യം നമ്മൾ ജനറൽ ആയിട്ട് ഏറ്റവും ബേസിക് മെത്തേഡ് ഇതാണ്. ഏറ്റവും ബേസിക് ആയിട്ട് പറഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. നമ്മൾ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഡിവൈഡ് ചെയ്ത് നോക്കാൻ തോന്നുന്നില്ല, എളുപ്പ വഴിയുണ്ട്. സോ 16നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 കിട്ടി. അതുകൊണ്ട് 2 എന്താണെന്ന് പറയാം? 16ന്റെ ഫാക്ടർ ആണെന്ന് പറയാം. വേറെ എക്സാമ്പിൾ നോക്കാം. അടുത്തത് നമുക്ക് ഇപ്പൊ ഞാൻ 34നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 34 divided by 2. 1 2s are 2, 14, 7 2s are 14. റിമൈൻഡർ എത്രയാണ്? 0. 34നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ എന്ത് വന്നു? 0. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ കാര്യമില്ല, നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടുന്നുണ്ട് കറക്റ്റായിട്ട് ചെയ്യാം. റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം?
നമുക്ക് ഇവിടെ 17 കിട്ടി. ഈ ആൻസർ നമുക്ക് വാല്യൂ നമുക്ക് വേണ്ട. 2 is a factor of 34. ഒരെണ്ണം ചെയ്ത് നോക്കാം. 48/3. 48 divided by 3. 1 3s are 3. 1 18 60s are 18. 0. Okay. So 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി അല്ലേ? നമ്മൾ ഈ ആൻസർ ഇവിടെ വെറുതെ എഴുതുന്നേ ഉള്ളൂ. ആൻസർ നമുക്ക് കാര്യമില്ല. നമുക്കറിയേണ്ട ഇതാണ്. സോ 48 എന്ന് പറയുന്ന നമ്പറിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ റിമൈൻഡർ 0 വന്നു. അതാണ് എക്സാക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇനി ഡിവൈഡ് ചെയ്ത് പോകാൻ ഒരു നമ്പർ ഇല്ല, 0-ലെത്തി. സോ 48നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 0 കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 3 is a factor of 48 അല്ലേ? ഞാൻ ജസ്റ്റ് മുമ്പേ മൾട്ടിപ്പിൾ വെച്ച് പറഞ്ഞത്. മൾട്ടിപ്പിൾ നമ്മൾ തിരിച്ചാ പഠിച്ചത്. ഇപ്പം മൾട്ടിപ്പിൾ തിരിച്ചായിരുന്നു നമ്മൾ. 8 2s are 16 ആണെങ്കിൽ 16 2-ന്റെയും 8-ന്റെയും മൾട്ടിപ്പിൾ ആണെന്ന് നമ്മൾ പഠിച്ചു. ഇത് നമുക്ക് തിരിച്ചും പറയാം. ഈ ക്വസ്റ്റ്യൻ തിരിച്ചു പറയാം. കണ്ട, ഇപ്പൊ ഞാനിപ്പോ 16 ഡിവൈഡ് ബൈ 8 എന്ന് എടുത്താൽ എത്ര കിട്ടും? 2 ഉത്തരം കിട്ടും അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്താ പറയും? 8 is a factor of 60. നമ്മള് മൾട്ടിപ്പിൾ പറഞ്ഞാൽ മൾട്ടിപ്പിളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. മൾട്ടിപ്പിൾ നമ്മൾ എങ്ങനെ പറയുന്നത്? മൾട്ടിപ്പിൾ ആണെങ്കിൽ നമ്മൾ പറയില്ലേ, അതാണ്ട് 8 2s are 60. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താ പറയും? 16 is a multiple of 8. Also 16 is a multiple of 2. ഇവിടെ തിരിച്ച് ഇവിടെ രണ്ട് രീതിയിലാണ്. 16 ഡിവൈഡ് ബൈ 2 എന്ന് എഴുതിയപ്പോൾ നമുക്ക് 8, 16 ഡിവൈഡ് ബൈ 8 2 അല്ലേ? തിരിച്ചു പറയുന്നു. ഇവിടെ എന്ത് പറയുന്നു? 2 is a factor of 16 also 8 is a factor of 60. സിമ്പിൾ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു നമ്പറിനെ ഇപ്പോൾ 34 എന്ന നമ്പറിനെ 2 എന്ന് പറഞ്ഞ നമ്പറിനോട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരികയാണെങ്കിൽ ആ 2 എന്ന് പറയുന്നത് 34ന്റെ എന്തായിരിക്കും? ഫാക്ടർ ആയിരിക്കും. ഇപ്പോൾ ഫാക്ടർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ഡിവൈഡ് ചെയ്യുമ്പോൾ 0 കിട്ടുന്നു. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ 48 3 തന്നെ 3 48ന്റെ ഫാക്ടർ ആണോ എന്ന് ചോദിച്ചാൽ എന്ത് ചെയ്താൽ മതി? 48 ഡിവൈഡ് ബൈ 3 എടുക്കുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ 3 എന്ന് പറയുന്നത് 48ന്റെ ഫാക്ടർ ആണ്. കിട്ടിയല്ലോ. സോ ഇത് ആദ്യമായിട്ട് പഠിക്കുകയാണ്. നമ്മൾ പൈക്കേ പോകുന്നുള്ളൂ. നമ്മൾ ഓരോ സെക്ഷൻ ക്ലിയർ ആയിട്ട് ആക്കിയേ പോകുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഇത് കൃത്യമായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. സോ നമ്മളിപ്പോൾ ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു. പ്രോപ്പർട്ടീസ് ഓഫ് ഫാക്ടേഴ്സ്. ഫാക്ടർ എന്താണ്? ഒരു നമ്പറിനെ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ആ ഡിവൈഡ് ചെയ്ത ഡിവൈസർ എന്താണ്? ഡിവിഡൻറ്റിൻ്റെ ഫാക്ടറാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ 12 എടുക്കുന്നു, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 12 ഡിവൈഡ്സ് 4. ഡിവൈഡ് ചെയ്യുമ്പം 0 ആണെങ്കിൽ 4 എന്ന് പറയുന്നത് 12ന്റെ ഫാക്ടറാണ്. 4 12ന്റെ ഫാക്ടർ തന്നെയാണ്. ഇനി ഫാക്ടേഴ്സിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മൾ മൾട്ടിപ്പിളിൻ്റെ പ്രോപ്പർട്ടി പഠിച്ചില്ലേ? അതുപോലെ കുറച്ച് കൂടുതലാണ് മൾട്ടിപ്പിളിനേക്കാൾ. ആദ്യം ഒരു പാടുണ്ടെന്ന് തോന്നും, കാരണം മൾട്ടിപ്പിൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. ഫസ്റ്റ് വൺ, 1 ഈസ് എ ഫാക്ടർ ഓഫ് എവരി നമ്പർ. 1 എന്ന് പറയുന്നത് ഏത് നമ്പറിൻ്റെയും ഫാക്ടറാണ്. സിമ്പിളാണല്ലേ? ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്താണ്? സെയിം നമ്പറിൽ നിന്ന് കിട്ടത്തില്ലേ നമുക്ക്? നോക്കുമ്പോൾ 9 ഡിവൈഡ് ബൈ 9 1. നമുക്ക് ഏത് നമ്പറിനെയും 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 9s are 9. റിമൈൻഡർ എന്ത് വരും? 0. സോ 1 ഈസ് ദ ഫാക്ടർ ഓഫ് എവരി നമ്പർ. ഏത് നമ്പർ എടുത്താലും 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, 1 ഈസ് ദ സ്മാളസ്റ്റ് ഫാക്ടർ ഓഫ് എവരി നമ്പർ. നമ്മൾ മൾട്ടിപ്പിൾ പഠിച്ചപ്പോൾ പഠിച്ചു. ദ സ്മാളസ്റ്റ് മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ ആ നമ്പർ തന്നെ ആയിരിക്കും എന്ന് പഠിച്ചു. പക്ഷേ ഫാക്ടറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. 1 ഈസ് ദ സ്മാളസ്റ്റ് ഫാക്ടർ ഓഫ് എവൻ. എല്ലാ നമ്പറിൻ്റെ ഏറ്റവും ചെറിയ ഫാക്ടർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. എ നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് ഇറ്റ് സെൽഫ്. അത് നമ്മൾ മൾട്ടിപ്പിളിൻ്റെ കാര്യത്തിലും പഠിച്ചതാണ്. എ നമ്പർ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ഇറ്റ് സെൽഫ്. ദാറ്റ് മീൻസ് 12 ഡിവൈഡ് ബൈ 12. 12 ഡിവൈഡ് ബൈ 12. 12 ones are 12, റിമൈൻഡർ 0. അപ്പോൾ ഏതൊരു നമ്പറിനെ ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? റിമൈൻഡർ 0 വരും. അപ്പോൾ ഏതൊരു നമ്പറും അതിൻ്റെ തന്നെ ഫാക്ടറാണ് അല്ലേ? അപ്പോൾ ഏതൊരു നമ്പറിനും 1ഉം ഫാക്ടറാണ്, ആ നമ്പറും ഫാക്ടറാണ്. ഏറ്റവും ചെറിയ ഫാക്ടർ 1 ആണ്. നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ ഗിവൺ നമ്പർ ഈസ് ഫൈനൈറ്റ്.
നമ്മൾ മൾട്ടിപ്പിൾ പഠിച്ചപ്പോൾ എന്തായിരുന്നു? നമ്പർ ഓഫ് മൾട്ടിപ്പിൾസ് ആർ അൺകൗണ്ടബിൾ, എണ്ണാൻ പറ്റത്തില്ല, മൾട്ടിപ്ലൈന് പൊയ്ക്കൊണ്ടേ ഇരിക്കുമല്ലേ. പക്ഷേ ഫാക്ടർ അങ്ങനല്ല, ഫാക്ടർ കുറച്ചേ ഉള്ളൂ. ഫാക്ടർ ഫൈനൈറ്റ് ആണ്, നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താം. കാരണം നമുക്കിപ്പോൾ ഒരു നമ്പർ തന്നിട്ട്, ഇപ്പോൾ ഒരു 15 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 15 തന്നിട്ട് അതിൻ്റെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അത് നമ്മൾ അടുത്ത പ്രോപ്പർട്ടി പറയാൻ പോകുന്ന ഏതാ, അതോടെ പറഞ്ഞിട്ട് പറയാം. The factor of a number is smaller than or equal to that number. നമ്മൾ മൾട്ടിപ്പിൾ എന്താ പഠിച്ചത്? മൾട്ടിപ്പിൾ ഓഫ് എ നമ്പർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു നമ്പർ അല്ലേ. ഇപ്പോൾ 3യുടെ മൾട്ടിപ്പിൾ ആണെങ്കിൽ എവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 3, 6, 9, 12 അങ്ങനെ അങ്ങ് പോവില്ലേ. പക്ഷേ ഇപ്പോൾ 3യുടെ ഫാക്ടർ ചോദിച്ചു കഴിഞ്ഞാൽ 3ക്ക് താഴെയോ 3യുടെ അടുത്തോ ആയിരിക്കും. ഇപ്പോൾ 15 തന്നു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ നമ്മൾ എങ്ങനെ ചെയ്തേ? 15 × 1, 15 × 2, 15 × 3 അങ്ങോട്ടും പോകില്ലേ. 15, 30, 45, 60 എന്ന് പറഞ്ഞ് 15ൻ്റെ ഫാക്ടർ ചോദിച്ചാൽ അങ്ങനെയല്ല. 15ൻ്റെ ഫാക്ടേഴ്സ് എപ്പോഴും 15നേക്കാൾ താഴെ ആയിരിക്കും. സോ മൾട്ടിപ്പിൾ ചോദിക്കുമ്പോൾ നമ്പറിന് മുകളിലോട്ട് പോകും, ഫാക്ടർ ചോദിക്കുമ്പോൾ താഴെ ആയിരിക്കും. സോ കണ്ടുപിടിക്കാൻ എളുപ്പം ഇതാണ്. സോ അതാണ് പറഞ്ഞത്, നമ്പർ ഓഫ് ഫാക്ടേഴ്സ് ഓഫ് എ ഗിവൺ നമ്പർ ആർ ഫൈനൈറ്റ്. ഒരു നമ്പറിൻ്റെ ഫാക്ടറുകളുടെ എണ്ണം ഫൈനൈറ്റ്, കുറച്ച് എണ്ണമേ ഉള്ളൂ. അതിന് കാരണം ഇതാണ്, എല്ലാ നമ്പറിൻ്റെയും ഫാക്ടറുകൾ ഒന്നുകിൽ ആ നമ്പറിൻ്റെ ഫാക്ടറാണെന്ന് നമ്മൾ പറഞ്ഞു, ആ നമ്പറിനോട് ഈക്വൽ ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ താഴെ ആയിരിക്കും. മൾട്ടിപ്പിൾ വരുമ്പോൾ അതിനോട് ഈക്വൽ ആയിരിക്കും, അതിന് മുകളിലായിരിക്കും. ഓക്കെ, ഇത് നമ്മൾ വ്യത്യാസം മനസ്സിലായല്ലോ. മൾട്ടിപ്പിൾ എപ്പോഴും ലാർജ് നമ്പറായി കിട്ടുന്നു, പിന്നെ മൾട്ടിപ്ലൈ ചെയ്ത് വരിക, എക്സ്പാൻഡ് ചെയ്ത് പോവുക. ഇവിടെ ഡിവിഷൻ ആയതുകൊണ്ട് കുറഞ്ഞു വരിക. അടുത്ത്, എവറി നമ്പർ ഹാസ് അറ്റ്ലീസ്റ്റ് 2 ഫാക്ടേഴ്സ്. ഏതൊരു നമ്പറിനും ഏറ്റവും കുറഞ്ഞ 2 ഫാക്ടറെങ്കിലും ഉണ്ടാവും. 1 ആൻഡ് ദ നമ്പർ ഇറ്റ്സെൽഫ്. അത് നമുക്ക് ഇവിടുന്ന് തന്നെ കിട്ടിയില്ല. 1 ഈസ് എ ഫാക്ടർ ഓഫ് എവറി നമ്പർ. അപ്പോൾ ഒരു ഫാക്ടറായി. ഏത് നമ്പർ എഴുതിയാലും ഒരു ഫാക്ടർ എഴുതുക. ഏതാ? 1. ഈ നമ്പർ ഈസ് എ ഫാക്ടർ ഓഫ് ഇറ്റ്സെൽഫ്. ഒരെണ്ണോടെ കിട്ടി, ആ നമ്പർ തന്നെ. ഇപ്പം നമുക്ക് 4 ചോദിച്ചു കഴിഞ്ഞാൽ ഫാക്ടറുകൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യം ഒരാളെ എഴുതിയേക്കാം, 1 എഴുതണം. അതിൻ്റെ കൂടെ ആരെ എഴുതാം? 4 എഴുതണം. ഇനി ബാക്കിയുള്ളത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ. 1ഉം ഒരു നമ്പറിൻ്റെ ഫാക്ടർ, ഏതൊരു നമ്പറിൻ്റെ ഫാക്ടറാണ് 1. ഏതൊരു നമ്പരും അതിൻ്റെ ഫാക്ടറാണ്. അപ്പോൾ 2 എണ്ണം നമുക്ക് ഓൾറെഡി അറിയാം, 1ഉം ആ നമ്പരും. പിന്നെ എക്സെപ്റ്റ് 1 ഇത് ചെയ്യണ്ടോ, 1ന് മാത്രം ഇത് ശരിയാവില്ല. കാരണം 1ന് ഫാക്ടറായിട്ട് ആരും മാത്രമേ ഉള്ളൂ? 1 മാത്രമേ ഉള്ളൂ. കാരണം ഏതൊരു നമ്പറിൻ്റെ ഫാക്ടർ ഒന്നുകിൽ അതിനേക്കാൾ ചെറുതോ അതിനോട് ഈക്വലോ ആയിരിക്കും. 1ന് താഴെയുള്ള നമ്പേഴ്സ് 0 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മൾ എന്താണ്, 1ന് മാത്രം ഒരു ഫാക്ടറേ ഉള്ളൂ. അത് നമ്മൾ പ്രൈം കോമ്പോസിറ്റ് എന്ന് പറഞ്ഞുള്ള ഒരു സെക്ഷൻ വരുമ്പോൾ 1ൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുതരും. സോ ഇപ്പോൾ ഇത്രയും ഒന്നുകൂടെ ഓർക്കുക. ഫാക്ടറിൻ്റെ പ്രോപ്പർട്ടീസ്, മൾട്ടിപ്പിളിൻ്റെ പ്രോപ്പർട്ടി നല്ലോണം പഠിച്ചിട്ടുണ്ടല്ലോ. സോ അതുമായിട്ട് കമ്പയർ ചെയ്ത് മാത്രം പഠിക്കുക. 1 എന്ന് പറയുന്നത് എല്ലാ നമ്പറിൻ്റെ ഫാക്ടറാണ്. 1 എന്ന് പറയുന്നത് ഏറ്റവും സ്മാളസ്റ്റ് ഫാക്ടറാണ്. ഏതൊരു നമ്പരും അതിൻ്റെ തന്നെ ഫാക്ടറാണ്. അടുത്തത് നമ്പർ ഓഫ് ഫാക്ടേഴ്സിന് ഒരു നമ്പറിൻ്റെ ഫാക്ടറുകളുടെ എണ്ണം ഫൈനൈറ്റ്, എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റും. അടുത്തത് ദ ഫാക്ടേഴ്സ് ഓഫ് എ നമ്പർ ഈസ് സ്മാളർ ദാൻ ഓർ ഈക്വൽ ദാറ്റ് നമ്പർ. ഒരു നമ്പറിൻ്റെ ഫാക്ടർ എന്ന് പറയുന്നത് അതിൽ താഴെയോ അതിനോട് ഈക്വലോ ആയിരിക്കും. എവരി നമ്പർ ഹാസ് അറ്റ്ലീസ്റ്റ് 2 ഫാക്ടർ. ഏതൊരു നമ്പറിനും ഏറ്റവും കുറഞ്ഞ 2 പേരുണ്ട്, അതൊക്കെ 1ഉം ആ നമ്പർ. അപ്പോൾ ഏത് നമ്പറിൻ്റെ ഫാക്ടർ വെച്ചാലും 1ഉം ആ നമ്പർ നമുക്ക് ഉറപ്പിക്കാം. പിന്നെ ബാക്കി കണ്ടുപിടിച്ചാൽ മതി. അതൊക്കെ നമ്മളിനി കണ്ടുപിടിക്കുന്ന ഞാൻ അങ്ങോട്ട് പറയും. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ പറയുന്നത്. ഓക്കെ, ഈ 1ൻ്റെ കാര്യം ഓർത്തിരുന്നാൽ മതി. ഓക്കെ, സോ നമുക്ക് ഫാക്ടർ ആണോ ചെക്ക് ചെയ്യണോ എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങളും ഒക്കെ ജസ്റ്റ് കോൺ ഫാക്ടറോട് എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മൾ ജസ്റ്റ് ചുമ്മാ ഫാക്ടർ ആണോ ചെക്ക് ചെയ്യണോ, സിമ്പിൾ വേ നമ്മളിപ്പോൾ ചെയ്ത് ഈസ് 3 ഈസ് എ ഫാക്ടർ ഓഫ് 36 ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞത്. അപ്പോൾ 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 0 കിട്ടണം. കിട്ടുമെന്ന് നോക്കാം. 36 divided by 3. 1 3s are 3. 1 6. 2 3s are 6. Therefore, sorry, 0. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടി? നമുക്ക് റിമൈൻഡർ 0 കിട്ടി. ക്വസ്റ്റ്യൻ നമുക്ക് കാര്യമില്ല ഇവിടെ. ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ കറക്റ്റാണ്. 12 3s are 36. സോ 36നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് റിമൈൻഡർ 0 കിട്ടി. അപ്പോൾ നമുക്ക് എന്താ എഴുതാം? Therefore 3 is a factor of 36 അല്ലേ. അപ്പോൾ 6 is a factor of 78. നമുക്ക് നോക്കാം. അപ്പോൾ 78നെ നമ്മൾ എന്ത് ചെയ്യണം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 1 6 are 6. 18. 3 6 are 18. റിമൈൻഡർ എന്ത് വന്നു? 0 വന്നു. Therefore
6 is a factor of 78. രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി വേറൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. നമ്പർ മാത്രം മാറ്റുന്നു. ഇത് കണ്ടല്ലോ. 4 is a factor of 37. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യേണ്ടത് തന്നെ 37നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ? 37നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? ഇത് കൊണ്ട് പറ്റില്ല. അപ്പോൾ 4ന്റെ ടേബിൾ 4 1s are 4, 4 2s are 6. അങ്ങനെ പോണ്ടേ? 4 2s are 8, 3 4s are 12, 4 4s are 16, 5 4s are 20, 6 4s are 24, 7 4s are 28, 8 4s are 32, 9 4s are 36, 10 4s are 40. Therefore 9 4s are 36. Remainder 1. ഇനി ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ റിമൈൻഡർ എത്ര വന്ന്? 1. അപ്പോൾ എക്സാക്റ്റ് ഡിവൈസർ ആണോ? റിമൈൻഡർ 0 കിട്ടിയോ നമുക്ക്? ഇല്ല. 0 കിട്ടിയില്ലേ നമുക്ക് എന്താ പറയാം? Therefore 4 is not a factor of 37. അപ്പോൾ റിമൈൻഡർ 0 വന്നായിരുന്നെങ്കിൽ ഫാക്ടർ ആണ്, വന്നില്ലെങ്കിൽ നോട്ട് എ ഫാക്ടർ. ഞാൻ രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ് ഹോംവർക്ക് ആയിട്ടെ. ഹോംവർക്ക് ആയിട്ട് രണ്ട് ചെറിയ ക്വസ്റ്റ്യൻസ്. Question is 4 is a factor of 64. Second question is 7 is a factor of 343. രണ്ട് ചെറിയ ക്വസ്റ്റ്യൻ. എന്ത് ചെയ്യുക? ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ 64നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡർ 0 ആണെങ്കിൽ ഫാക്ടർ ആണ്. ഇത് 343 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ 7 ഫാക്ടർ. രണ്ട് ചെറിയ ക്വസ്റ്റ്യൻ ചുമ്മാ ഈ സെക്ഷൻ എന്ന് പറയാൻ. അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് ഫാക്ടർ എന്താണെന്നാണ്. ഒരു നമ്പറിനെ വേറെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ഡിവൈഡ് ചെയ്ത നമ്പർ നമുക്ക് അതിൻ്റെ ഫാക്ടർ ആണെന്ന് പറയാം. പിന്നെ പ്രോപ്പർട്ടീസ് ഇത്രയും കൃത്യമായിട്ട് പഠിക്കുക. പ്രോപ്പർട്ടീസാണ് നമ്മുടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിനും ട്രൂ ഫോൾസിനും മെത്തഡോളജിനെയൊക്കെ ചോദിക്കുന്നത്. ഓക്കെ. പിന്നെ ഒരു ഫാക്ടർ ആണോ എന്ന് ചോദിക്കുമ്പോൾ ജനറലായിട്ട് നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്നത് എങ്ങനെ ഡിവൈഡ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ തുടക്കമായതുകൊണ്ട് നമ്മൾ കുറച്ച് പഠിക്കുന്നുള്ളൂ. ഈ കാര്യങ്ങളെല്ലാം വ്യക്തിയായിട്ട് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. ഓക്കെ, എന്നോട് ചോദിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, ടുഡേ വി ക്യാൻ കൺക്ലൂഡ് അവർ സെക്ഷൻ. വിൽ ബി സീ ഓൺ ദ നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.